നമുക്കറിയാം, ഡിസംബർ മാസം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാറുകൾ ഇടുന്നതിന് ഒരു പഞ്ഞവുമില്ല. നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ 1, 2, 3 സ്റ്റാറുകൾ തൂക്കിയെന്നിരിക്കും. ക്രിസ്മസ് ഈവ് പള്ളിയിൽ ആഘോഷിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു 10, 30 സ്റ്റാർ തൂക്കിയെന്നിരിക്കും. പക്ഷേ ബെവറേജിന് മുമ്പിൽ, കള്ളുഷാപ്പിന് മുമ്പിൽ 100 സ്റ്റാർ തൂക്കിക്കളയും. എന്താ ഇതിൻ്റെ അർത്ഥമെന്നോ എന്താ ഈ സ്റ്റാറിൻ്റെ ആഹ്വാനമെന്നോ ഒന്നും ആരും ശ്രദ്ധിക്കണമെന്നില്ല. സാന്റാക്ലോസ് തോളിൽ ഒരു തൂക്ക് സഞ്ചിയുമായി അതിൽ കുറേ ചോക്ലേറ്റുമായി കുഞ്ഞുങ്ങൾക്ക് സാന്റാക്ലോസ് ചോക്ലേറ്റ് എറിഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു വലിയ പ്രതീകമാണ്. ഇല്ലവല്ലായ്മകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന, തൻ്റെ സേവനവും സാമീപ്യവും ആഗ്രഹിച്ചിരുന്ന അശരണരെയും പാവപ്പെട്ടവരെയും തേടിയെത്തി അവർക്ക് വേണ്ടത് നൽകിയ ഒരു ബിഷപ്പിന്റെ ചരിത്രമാണ് സാന്റാക്ലോസിലുള്ളത്. ഞാനൊരു വലിയ പള്ളിയിൽ ക്രിസ്മസ് മെസ്സേജ് കൊടുക്കാൻ ചെന്നപ്പോൾ എനിക്ക് അത്ഭുതമായി പോയി. സാന്റാക്ലോസ് സാധാരണ ഒരു പരിഭാഷയെയും കൊണ്ടുവരും. സാന്റാക്ലോസ് അങ്ങ് അന്റാർട്ടിക്കയിൽ നിന്ന് വരികയാണ്. നമ്മുടെ ഭാഷ വലിയ തിട്ടമില്ല, പക്ഷെ അത് പരിഭാഷപ്പെടുത്താൻ കഴിവുള്ള ഒരാളാണ് അടുത്ത് നിൽക്കുന്നതെന്ന് പറയും. സാന്റാക്ലോസ് നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ മറുഭാഷ പറയും. പക്ഷെ പരിഭാഷ അവിടെ നിന്ന് അവന് കളിയാക്കേണ്ടവരെ മുഴുവൻ കളിയാക്കും. അതാണ് പണി. പക്ഷെ ഞാൻ ചെന്ന ഈ പള്ളിയിൽ സാന്റാക്ലോസിൻ്റെ കൂടെ സാന്റാക്ലോസിൻ്റെ ഭാര്യ, പിന്നെ സാന്റാക്ലോസിൻ്റെ കൊച്ച്, ഒരു ഭാര്യയും കുഞ്ഞുമായിട്ട് സാന്റാക്ലോസ് വന്നിരിക്കുകയാണ്. യാതൊരു തിട്ടവുമില്ല. സാന്റാക്ലോസ് ആരാണെന്നറിയത്തില്ല, ചരിത്രം അറിയത്തില്ല. അതിൽ സാന്റാക്ലോസിന് വേണ്ടി ഒരു ഭാര്യയെയും ചമച്ച് അവർക്കൊരു കുട്ടിയെയും ചമച്ച് ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ഒരു ക്രിസ്മസ് കാർഡ് വന്നു. ഞാൻ അന്തിച്ചു പോയി. ജോസഫും കന്യാമറിയാമും യേശു കുഞ്ഞും കൂടെ ഒരു ഡബിൾ കോട്ടെ കിടന്നുറങ്ങുകയാണ്. ഇവർക്ക് അറിഞ്ഞുകൂടാ ജോസഫും കന്യാമറിയാമും യേശുവും തമ്മിലുള്ള സിമട്രി എന്താണ്, ബന്ധം എന്താണെന്ന് അറിഞ്ഞുകൂടാ. തിരുക്കുടുംബത്തിന്റെ ബന്ധം എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്തിനാണ് വേദപുസ്തകം ശരിക്കും പഠിച്ചിട്ടില്ലാത്ത ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത്? ക്രൈസ്തവ വിശ്വാസികൾ തന്നെ പറയുന്നത് എന്താണ്? അവൾ തൻ്റെ ആദ്യജാതനെ പ്രസവിക്കും വരെ ജോസഫ് അവളെ പരിഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു ആദ്യം മറിയ പ്രസവിച്ച ആളാണ്. അതിനുശേഷം വീണ്ടും മക്കളുണ്ടായി എന്ന് യാതൊരു ജ്ഞാനവുമില്ലാതെ പഠിപ്പിക്കുന്നവരില്ലേ? എത്ര വ്യക്തമാണ്! രാജാവ് പ്രവേശിച്ച വാതിൽ അടച്ചിരിക്കണം. നമ്മൾ എൽദോയുടെ ശുശ്രൂഷയിൽ പാടുന്നുണ്ടല്ലോ, കന്യകയാം മാതാവിൻ വ്രതമുദ്രയ്ക്ക് ഊനമതന്യേ ജാതം ചെയ്തോനേ ദേവാ ദയ ചെയ്തിടണമേ. പിതാക്കന്മാര് പറയുന്നുണ്ട്, കന്യാമറിയാം യേശുവിനെ പ്രസവിച്ചത് ഒരു നോർമൽ ഡെലിവറി ആണെന്ന് ചിന്തിക്കുന്നത് അപക്വതയാണ്. അതാ കന്യാവ്രതത്തിന്റെ മുദ്രയ്ക്ക് ഊനം വരാതെ വെളിയിൽ വന്നു എന്ന് പറയുന്നത്. രഹസ്യാത്മകമായ ചിന്തകളോടുകൂടി അല്ലാതെ ഇതൊന്നും പഠിക്കാൻ നമുക്ക് ഒക്കുകയില്ല. ഈജിപ്തിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോയ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഹോളിലാൻഡിൽ പോയിട്ടുള്ളവർക്കറിയാം, നസ്രയത്തിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള ദൂരം. ഇന്നത്തെ കാലത്ത് നല്ല സുഗമമായ റോഡ്, നല്ല യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടികൾ, അത് തന്നെ മണിക്കൂറുകളെടുക്കും. അപ്പം ഈജിപ്തിൽ പോയി കർത്താവുമായിട്ട് ഒളിച്ചു പാർത്ത സ്ഥലം കാണുമ്പോൾ കരയാത്തവർ ചുരുക്കമാണ്. കാരണം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർക്കും, ഇത്ര കണ്ട് യാത്രാ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു സമയത്ത് എന്തുമാത്രം ത്യാഗം അവരെടുത്തു കാണും.
അത് കഴുതപ്പുറത്ത് കുഞ്ഞിനെയും ഇരുത്തി ജോസഫും കന്യയും മറിയാമും കൂടെ നടന്ന് ദീർഘനാൾ കൊണ്ട് പോയി എന്നൊന്നും ചിന്തിക്കാൻ തക്കവണ്ണം നമ്മൾ അത്രയ്ക്കങ്ങ് ഭോഷരാകുകയൊന്നും വേണ്ട. അതാ ഞാൻ പറഞ്ഞത്, രഹസ്യാത്മകമായ ഒരു ദൈവിക നടത്തിപ്പിലൂടെ അല്ലാതെ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കാൻ പ്രയാസമാണ്. ക്രിസ്മസ് ഒരു പ്രത്യേക സീസണാണ്, നമുക്കറിയാം. നമ്മളെല്ലാം വളരെ റിലാക്സ്ഡ് ആകുന്ന ഒരു സമയമാണ്. വഴിനീളെ കേക്ക് കച്ചവടമാണ്. ഹോം മെയ്ഡ് കേക്ക് അവൈലബിൾ. പ്രത്യേക ടെൻ്റൊക്കെ കെട്ടി എന്തുമാത്രം കേക്കുകളാണ് കൂട്ടി വെച്ചിട്ടുള്ളത്. എല്ലാ പള്ളികളിലും യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതലയിൽ കേക്ക് സെയിലാണ്. ഒത്തിരി ചിലവാകുകയും ചെയ്യും. കാരണം നമ്മുടെ കൈ നല്ലപോലെ നമ്മൾ അയക്കുന്ന ഒരു സമയമാണ് ക്രിസ്മസിൻ്റെ സമയം. എന്തെങ്കിലും കാര്യങ്ങൾക്ക് പിരിവ് എടുക്കാനുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയം ഡിസംബർ മാസം 20 മുതൽ ജനുവരി 10 വരെയുള്ള സമയമാണ്. ആളുകൾ നല്ലപോലെ കൈ അയച്ച് ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷെ എൻ്റെ ചോദ്യം, വെദർ ഇറ്റ് ഈസ് എ സീസൺ, വെദർ ഇറ്റ് ഈസ് എ ടൈം ഓൺലി, ഇതൊരു സമയമോ ഒരു കാലമോ ഒരു അവസ്ഥാവിശേഷമോ മാത്രമാണോ, or whether it is an experience in our life. ക്രിസ്മസ് നമുക്ക് ജീവിതത്തിൻ്റെ നല്ല ഒരു എക്സ്പീരിയൻസായി മാറണം. ആത്മീയതയുടെ പരീക്ഷ സങ്കല്പങ്ങൾക്കെല്ലാം നമ്മൾ അറുതി വയ്ക്കണം. അതിനെല്ലാം അതിജീവിക്കുവാൻ തക്കവണ്ണം തയ്യാറാവണം. നമ്മൾ കാണുന്നത് യേശുവിനെ കാണാതെ വിശ്വസിച്ച മനുഷ്യര്, അവർ കാണാതെ വിശ്വസിച്ച യേശുവിൻ്റെ സന്നിധിയിലെത്തി അവനെ വണങ്ങി ആരാധിക്കുവോളം അവരുടെ അസ്വസ്ഥമായ മനസ്സാണ്. ഞാൻ ഇനി ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഒരു അസ്വസ്ഥത നമ്മെ എന്തുമാത്രം അലട്ടുന്നുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മളൊക്കെ കർത്താവിനെ ആരാധിക്കുന്നവരാണ്, നമുക്കൊക്കെ പ്രത്യേക ആരാധനാ സംവിധാനങ്ങളുള്ളവരാണ്, കുടുംബ പ്രാർത്ഥനയുള്ളവരാണ്. ഭാഗ്യസ്മരണാർഹനായ കോട്ടയം ഭദ്രാസനത്തിലെ ഇവാനിയോസ് തിരുമേനി പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തോടടുത്ത സമയത്ത് പോലും പ്രാർത്ഥിക്കണം, സൂക്ഷിക്കണം. അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും, ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചാൽ തിരുമേനി പറയും, സൂക്ഷിച്ച് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, സൂക്ഷിക്കണം.